ഓം ശാന്തി 30-1-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തിൽ ഒരു സാരവുമില്ല. അതിനാൽ ഇതിനോട് ഇഷ്ടം വെക്കരുത്. ബാബയുടെ ഓർമ്മ മുറിഞ്ഞാൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. ചോദ്യം: ബാബയുടെ മുഖ്യ നിർദ്ദേശം എന്താണ്? അതിനെ എന്തുകൊണ്ടാണ് ലംഘിക്കുന്നത്? ഉത്തരം: ബാബയുടെ നിർദ്ദേശമാണ് ആരിൽ നിന്നും സേവനം സ്വീകരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വയം സേവകരാണ്. പക്ഷേ ദേഹാഭിമാനം കാരണം ബാബയുടെ നിർദ്ദേശം ലംഘിക്കുന്നു. ബാബ പറയുന്നു, ഇവിടെ സുഖം സ്വീകരിച്ചാൽ അവിടെ സുഖം കുറഞ്ഞു പോകും. ചില കുട്ടികൾ പറയും, ഞങ്ങൾ ആരുടെയും ആശ്രയമില്ലാതെ കഴിയും എന്ന്. പക്ഷെ നിങ്ങളെല്ലാവരും ബാബയെ ആശ്രയിക്കുന്നു. ഗീതം: ഹൃദയത്തിന്റെ ആശ്രയം മുറിഞ്ഞു പോകരുതേ. ഓം ശാന്തി. ശിവഭഗവാന്റെ വാക്കുകളാണ് തന്റെ സാളിഗ്രാമങ്ങളെ പ്രതി. ശിവനെയും സാളിഗ്രാമങ്ങളെയും എല്ലാവർക്കും അറിയാം. രണ്ടും നിരാകാരമാണ്. ഇപ്പോൾ കൃഷ്ണ ഭഗവാനുവാച എന്ന് പറയാൻ കഴിയില്ല. ഭഗവാൻ ഒന്നേ ഉണ്ടാകൂ. എങ്കിൽ ശിവഭഗവാൻ ആരെ പ്രതിയാണ് സംസാരിക്കുന്നത്? ആത്മീയ കുട്ടികളെ പ്രതി. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, കുട്ടികളുടെ കണക്ഷൻ ഇപ്പോൾ ബാബയുമായി ആണ്. എന്തെന്നാൽ പതീത പാവനനും ജ്ഞാനസാഗരവും സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നയാളും ശിവബാബ തന്നെയാണ്. ഓർമ്മിക്കേണ്ടതും ബാബയെ തന്നെയാണ്. ബ്രഹ്മാവാണ് അവരുടെ ഭാഗ്യശാലിയായ രഥം. രഥത്തിലൂടെ തന്നെയാണ് ബാബ സമ്പത്ത് നൽകുന്നത്. ബ്രഹ്മാവ് സമ്പത്ത് നൽകുന്ന ആളല്ല, സമ്പത്തെടുക്കുന്ന ആളാണ്. അതിനാൽ കുട്ടികൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഉദാഹരണത്തിന് മനസ്സിലാക്കിക്കോളൂ, രഥത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, കാരണമോ അകാരണമോ ആയി കുട്ടികൾക്ക് മുരളി ലഭിച്ചില്ല എങ്കിൽ കുട്ടികളുടെ മുഴുവൻ ശ്രദ്ധയും ശിവബാബയിലേക്കാണ് പോവുക. ബാബയ്ക്കൊരിക്കലും അസുഖം ബാധിക്കില്ല. കുട്ടികൾക്ക് ഇത്രയും ജ്ഞാനം ലഭിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. പ്രദർശനിയിൽ നിങ്ങൾ എത്ര മനസ്സിലാക്കി കൊടുക്കുന്നു? ജ്ഞാനം കുട്ടികളിൽ ഉണ്ടല്ലോ. ഓരോ കുട്ടിയുടെയും ബുദ്ധിയിൽ ചിത്രത്തിലെ ജ്ഞാനം നിറഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകരുത്. പോസ്റ്റ് വരുന്നതും പോകുന്നതും തടസ്സപ്പെട്ടു, സമരമാണ് എന്ന് കരുതൂ. പിന്നീട് എന്ത് ചെയ്യും? ജ്ഞാനം കുട്ടികളിലുണ്ട്. മനസ്സിലാക്കി കൊടുക്കണം. സത്യുഗമുണ്ടായിരുന്നു, ഇപ്പോൾ കലിയുഗമാകുന്ന പഴയ ലോകമാണ്. ഗീതത്തിലും പറയുന്നുണ്ട്, പഴയ ലോകത്തിൽ ഒരർത്ഥവുമില്ല. ഇതിനോട് ഹൃദയം വെക്കരുത്, ഇല്ലെങ്കിൽ ശിക്ഷ ലഭിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ ശിക്ഷകൾ കുറയും. ബാബയുടെ ഓർമ്മ മുറിഞ്ഞ് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരിക, പിന്നീട് പഴയ ലോകത്തിലേക്ക് തന്നെ പോവുക. ഇങ്ങനെ ആകരുത്. ഇങ്ങനെ അനേകം പേർ പോയിട്ടുണ്ട്. അവർക്ക് ബാബയെ ഓർമ്മയേ ഇല്ല. പഴയ ലോകത്തോട് മനസ്സ് വെച്ചു. ലോകം വളരെ മോശമാണ്. ആരോടെങ്കിലും മനസ്സ് വെച്ചാൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. കുട്ടികൾക്ക് ജ്ഞാനം കേൾക്കണം. ഭക്തിമാർഗത്തിലെ ഗീതം പോലും കേൾക്കേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ജ്ഞാനസാഗരനായ ബാബയിലൂടെ നിങ്ങൾക്ക് സംഗമയുഗത്തിലാണ് ജ്ഞാനം ലഭിക്കുന്നത്. ജ്ഞാനസാഗരൻ ഒന്നേ ഉള്ളൂ എന്നത് ലോകത്തിലെ ആർക്കും അറിയില്ല. ഭഗവാൻ എപ്പോഴാണോ ജ്ഞാനം നൽകുന്നത്, അപ്പോൾ മനുഷ്യരുടെ സദ്ഗതി ഉണ്ടാകുന്നു. സദ്ഗതി ദാതാവ് ഒരാൾ മാത്രമാണ്. പിന്നീട് അവരുടെ മതമനുസരിച്ച് നടക്കണം. മായ ആരെയും വിടില്ല. ദേഹാഭിമാനത്തിലാണ് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നത്. ചിലർ ചെറിയ കാമത്തിന് വശപ്പെടുന്നു, ചിലർ ക്രോധത്തിനും. മനസ്സിൽ ഒരുപാട് കൊടുങ്കാറ്റുകൾ വരുന്നു.
സ്നേഹിക്കണം, ഇങ്ങനെ ചെയ്യണം. ആരുടെയും ശരീരത്തിൽ മനസ്സ് വെക്കരുത്. ബാബ പറയുന്നു, സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കൂ, എങ്കിൽ ശരീരമാണെന്ന ബോധം ഉണ്ടാകില്ല. ഇല്ലെങ്കിൽ ബാബയുടെ ആജ്ഞ ലംഘിക്കപ്പെടും. ദേഹാഹങ്കാരത്താൽ ഒരുപാട് നഷ്ടം ഉണ്ടാകും. അതിനാൽ ദേഹസഹിതം എല്ലാം മറക്കണം. കേവലം ബാബയെയും വീടിനെയും ഓർമ്മിക്കണം. ആത്മാക്കൾക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്, ശരീരം കൊണ്ട് ജോലികൾ ചെയ്യുമ്പോഴും എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം ഭസ്മമാകും. വഴി വളരെ സഹജമാണ്. നിങ്ങളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ തെറ്റുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുക ഇങ്ങനെ ആകരുത്. ഒരു തവണ ഒരു തെറ്റ് സംഭവിച്ചു, പിന്നീട് ആ തെറ്റ് ആവർത്തിക്കരുത്. തന്റെ ചെവിക്ക് പിടിക്കണം. പിന്നീട് ആ തെറ്റ് ഉണ്ടാകില്ല. പുരുഷാർത്ഥം ചെയ്യണം. അഥവാ ഇടയ്ക്കിടെ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം നഷ്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കണം. തെറ്റ് ചെയ്തല്ലേ ദുർഗതിയിലെത്തിയത്. എത്ര വലിയ ഏണിപ്പടി ഇറങ്ങി വന്ന് എന്തായി മാറിയിരിക്കുന്നു. മുൻപ് ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ജ്ഞാനത്തിൽ എല്ലാവരും സമർത്ഥരായിരിക്കുന്നു. എത്ര സാധിക്കുമോ അത്രയും അന്തർമുഖിയായി ഇരിക്കണം. മുഖത്തിലൂടെ ഒന്നും പറയേണ്ടതില്ല. ജ്ഞാനത്തിൽ സമർത്ഥരായ കുട്ടികൾ ഒരിക്കലും പഴയ ലോകത്തിൽ മനസ്സ് വെക്കില്ല. അവരുടെ ബുദ്ധിയിലുണ്ടാകും, ഞങ്ങൾ രാവണ രാജ്യത്തിന്റെ വിനാശം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ശരീരവും പഴയ രാവണ സമ്പ്രദായത്തിലേതാണ്. അതിനാൽ എന്തിന് നമ്മൾ രാവണ സമ്പ്രദായം ഓർമ്മിക്കണം? ഒരു രാമനെ ഓർമ്മിക്കണം. സത്യമായ പിതാവ്രത ആകണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. പിതാവ്രത അല്ലെങ്കിൽ ഭഗവാൻ വ്രത ആയിരിക്കണം. ഭക്തർ ഭഗവാനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. അതായത് ഭഗവാനെ വന്ന് ഞങ്ങൾക്ക് സുഖശാന്തിയുടെ സമ്പത്ത് നൽകൂ. ഭക്തിമാർഗത്തിൽ ബലിയാകുന്നു, സമർപ്പണമാകുന്നു. ഇപ്പോൾ ബലിയർപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കെ മരിക്കുന്നു. ഇത് തന്നെയാണ് ബലിയർപ്പിക്കൽ. ഇതാണ് ജീവിച്ചിരിക്കെ ബാബയുടേതായി മാറുക. എന്തുകൊണ്ടെന്നാൽ ബാബയിൽ നിന്നും സമ്പത്ത് നേടണം. ബാബയുടെ മതത്തിലൂടെ നടക്കണം. ജീവിച്ചിരിക്കെ ബലിയാവുക, സമർപ്പണമാവുക എന്നത് വാസ്തവത്തിൽ ഇപ്പോഴത്തെ കാര്യമാണ്. ഭക്തിമാർഗത്തിൽ പിന്നീട് അവർ എത്ര ജീവത്യാഗം മുതലായവ ചെയ്യുന്നു. ഇവിടെ ജീവത്യാഗം ചെയ്യേണ്ട കാര്യമില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ബാബയുമായി യോഗം വയ്ക്കൂ. ദേഹാഭിമാനത്തിലേക്ക് വരരുത്. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ആരും 100% വിജയിച്ചിട്ടില്ല. താഴേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. തെറ്റുകൾ സംഭവിക്കുന്നു. അതിനുമേൽ താക്കീത് ലഭിച്ചില്ലെങ്കിൽ എങ്ങനെ ആ തെറ്റുകൾ ഉപേക്ഷിക്കും? മായ ആരെയും വിടുന്നില്ല. പറയുന്നു, ബാബ, ഞങ്ങൾ മായയോട് തോറ്റുപോയി. പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തു പറ്റിയെന്നറിയില്ല. ഞങ്ങളിൽ നിന്ന് ഇത്രയും വലിയ തെറ്റുകൾ എങ്ങനെ സംഭവിക്കുന്നു എന്നറിയുന്നില്ല. ബ്രാഹ്മണ കുലത്തിന് നമ്മളാൽ പേരുദോഷം വരുമെന്നും അറിയുന്നുണ്ട്. എന്നിട്ടും മായയുടെ അടികൊള്ളുന്നു, മനസ്സിലാകുന്നേയില്ല. ദേഹാഭിമാനത്തിൽ വരുന്നതിനാൽ വിവേകമില്ലാത്തവരായി മാറുന്നു. അവിവേകം സംഭവിച്ചാൽ ഗ്ലാനിയും ഉണ്ടാകും, സമ്പത്തും കുറഞ്ഞു പോകും. ഇങ്ങനെ ഒരുപാട് പേർ തെറ്റ് ചെയ്യുന്നുണ്ട്. മായയുടെ ഇത്രയും ശക്തിയുള്ള അടിയാണ് കൊള്ളുന്നത്. അതിലൂടെ സ്വയം തോറ്റുപോകുന്നു. മാത്രമല്ല പിന്നീട് ദേഷ്യം വന്ന് മറ്റുള്ളവരെയും വടികൊണ്ടോ ചെരുപ്പുകൊണ്ടോ തല്ലുന്നു. പിന്നീട് പശ്ചാത്തപിക്കുന്നുമുണ്ട്.
ബാബ പറയുന്നു, ഇപ്പോൾ ഒരുപാട് പരിശ്രമിക്കണം. തന്റെ നഷ്ടമുണ്ടാക്കി ഒപ്പം മറ്റുള്ളവർക്കും നഷ്ടമുണ്ടാക്കി. എത്ര നഷ്ടമാണ്! രാഹുവിന്റെ ഗ്രഹണം ബാധിച്ചതാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ദാനം നൽകൂ, എങ്കിൽ ഗ്രഹണം മാറും. രാഹുവിന്റെ ഗ്രഹണം ബാധിച്ചാൽ അത് മാറാൻ സമയമെടുക്കും. ഏണിപ്പടി കയറിയിട്ട് പിന്നീട് ഇറങ്ങുന്നതിൽ ബുദ്ധിമുട്ട് തോന്നും. മനുഷ്യർക്ക് മദ്യപിക്കുന്നതിന്റെ ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ എത്ര ബുദ്ധിമുട്ടുന്നു. ഏറ്റവും വലിയ തെറ്റാണ് മുഖം കറുപ്പിക്കുക എന്നത്. ഇടയ്ക്കിടെ ശരീരം ഓർമ്മ വരും. പിന്നീട് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഓർമ്മയായിരിക്കും വരിക. പിന്നീട് അവർ മറ്റുള്ളവർക്ക് എന്ത് ജ്ഞാനം നൽകാനാണ്? അവരിൽ നിന്നും ആരും കേൾക്കില്ല. നമ്മളാണെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും മറന്ന് ഒരാളെ ഓർമ്മിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ ശ്രദ്ധ വേണം. മായ വളരെ ശക്തിശാലിയാണ്. മുഴുവൻ ദിവസവും ശിവബാബയെ ഓർമ്മിക്കണം എന്ന ചിന്ത ഉണ്ടായിരിക്കണം. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. നമുക്ക് പോകണം. ഈ ശരീരം തന്നെ അവസാനിക്കാനുള്ളതാണ്. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം ദേഹാഭിമാനം ഇല്ലാതാവും. പിന്നെ ആരുടെയും ഓർമ്മ വരില്ല. എത്ര വലിയ ലക്ഷ്യമാണ്! ഒരു ബാബയോടല്ലാതെ മറ്റാരിലും മനസ്സ് വെക്കരുത്. ഇല്ലെങ്കിൽ തീർച്ചയായും അവരുടെ ഓർമ്മ വരും. വിരോധം തീർച്ചയായും ഉണ്ടാകും. വളരെ ഉയർന്ന ലക്ഷ്യമാണ്. പറയുന്നത് വളരെ എളുപ്പമാണ്. ലക്ഷങ്ങളിൽ ചിലരാണ് ഒരു മുത്താകുന്നത്. ചിലർ സ്കോളർഷിപ്പ് നേടുമല്ലോ. ആരാണോ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നത് അവർ തീർച്ചയായും സ്കോളർഷിപ്പ് നേടും. സാക്ഷിയായി നോക്കണം. എങ്ങനെയാണ് സേവനം ചെയ്യുന്നത്? പരിധിയുള്ള സേവനം ഉപേക്ഷിച്ച് ഇതിൽ മുഴുകണം എന്ന് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ബാബ സാഹചര്യങ്ങളും നോക്കും. ഒറ്റയ്ക്കാണ്, ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും പറയുന്നു, ജോലിയും ചെയ്യണം, ഈ സേവനവും ചെയ്യണം. ജോലിയിലും വളരെ പേരെ കണ്ടുമുട്ടും. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. കുട്ടികളിലൂടെയും ബാബ ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരിലെങ്കിലും പ്രവേശിച്ച് സേവനം ചെയ്യുന്നു. സേവനം ചെയ്യുക തന്നെ വേണം. ആരുടെ തലയിലാണോ ഇത്രയും കാര്യങ്ങളുള്ളത് അവർ എങ്ങനെ ഉറങ്ങും? ശിവബാബ ഉണർന്ന ജ്യോതിയാണ്. ബാബ പറയുന്നു, ഞാൻ രാവും പകലും സേവനം ചെയ്യുന്നു. ക്ഷീണിക്കുന്നത് ശരീരമാണ്. ശരീരം സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആത്മാവ് എന്ത് ചെയ്യും? ബാബ അക്ഷീണനാണല്ലോ. ബാബ തെളിഞ്ഞ ജ്യോതിയാണ്. മുഴുവൻ ലോകത്തെയും തെളിയിക്കുന്നു. ബാബയുടെ പാർട്ട് തന്നെ അത്ഭുതകരമാണ്. അത് നിങ്ങൾ കുട്ടികളിലും ചിലരെ അറിയുന്നുള്ളൂ. കാലന്റെയും കാലനാണ് ബാബ. ബാബയുടെ ആജ്ഞ അനുസരിക്കുന്നില്ലെങ്കിൽ ധർമ്മരാജനിൽ നിന്നും ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. ബാബയുടെ മുഖ്യ നിർദ്ദേശമാണ് ആരിൽ നിന്നും സേവനം സ്വീകരിക്കരുത്. പക്ഷേ ദേഹാഭിമാനത്തിലേക്ക് വന്ന് ബാബയുടെ ആജ്ഞ ലംഘിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ സ്വയം സേവകരാണ്. ഇപ്പോൾ സുഖം അനുഭവിക്കുകയാണെങ്കിൽ അവിടെ സുഖം കുറഞ്ഞു പോകും. ശീലമായാൽ സേവകരില്ലാതെ ഇരിക്കാൻ കഴിയില്ല. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ സ്വതന്ത്രരായി കഴിയും. പക്ഷേ ബാബ പറയുന്നു, ആശ്രയത്തിൽ കഴിയുന്നത് നല്ലതാണ്. നിങ്ങളെല്ലാവരും ബാബയെ ആശ്രയിക്കുന്നു. ഒറ്റയ്ക്കായാൽ വീണുപോകും. നിങ്ങളെല്ലാവരും ശിവബാബയെ ആശ്രയിക്കുന്നു. മുഴുവൻ ലോകവും ആശ്രയിക്കുന്നുണ്ട്. അപ്പോഴല്ലേ പറയുന്നത്, പതിതപാവന വരൂ എന്ന്. ബാബയിൽ നിന്ന് തന്നെയാണ് സുഖവും ശാന്തിയും ലഭിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുന്നില്ല. ഈ ഭക്തി മാർഗത്തിന്റെ സമയവും കടന്നു പോവുക തന്നെ വേണം. എപ്പോഴാണോ രാത്രി പൂർത്തിയാകുന്നത് അപ്പോഴാണ്
ബാബ വരുന്നത്. ഒരു സെക്കൻഡിന്റെ പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. ബാബ പറയുന്നു, ഞാൻ ഈ ഡ്രാമയെ അറിയുന്ന ആളാണ്. ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെ മറ്റാർക്കും അറിയില്ല. സത്യുഗം മുതൽ ഈ ജ്ഞാനം ലോപിച്ചു പോകും. ഇപ്പോൾ നിങ്ങൾ രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയുന്നു. ഇതിനെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഭക്തിയാണ്. ബാബയെ ജ്ഞാനസാഗരൻ എന്നും പറയുന്നു. നമുക്ക് ആ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വളരെയധികം ലഹരിയും ഉണ്ടായിരിക്കണം. പക്ഷെ ഇതും മനസ്സിലാക്കുന്നുണ്ട്, രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ പ്രജയിലും സേവകരായി വരും. അല്പം പോലും ജ്ഞാനം മനസ്സിലാക്കുന്നില്ല. അത്ഭുതമല്ലേ? ജ്ഞാനം വളരെ സഹജമാണ്. 84 ജന്മങ്ങളുടെ ചക്രം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം. നമ്മൾ ഡ്രാമയിലെ മുഖ്യ അഭിനേതാക്കളാണ്. മുഴുവൻ ഡ്രാമയെയും അറിഞ്ഞു കഴിഞ്ഞു. മുഴുവൻ ഡ്രാമയിലെയും ഹീറോ ഹീറോയിൻ നമ്മളാണ്. എത്ര സഹജമാണ്. പക്ഷെ ഭാഗ്യത്തിലില്ലെങ്കിൽ കർമ്മത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? പഠിപ്പിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലർ തോറ്റുപോകുന്നു. എത്ര വലിയ സ്കൂളാണ്. രാജധാനി സ്ഥാപിതമാകണം. ഇപ്പോൾ ആരെത്ര പഠിക്കുന്നുവോ? കുട്ടികൾക്കറിയാൻ കഴിയും നമ്മൾ എന്ത് പദവി നേടും. ഒരുപാട് പേരുണ്ട്. എല്ലാവരും അനന്തരാവകാശികളായി മാറില്ല. പവിത്രമായി മാറുക വളരെ ബുദ്ധിമുട്ടാണ്. ബാബ എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. ബാബയുടെ ഓർമ്മയിൽ സതോ പ്രധാനമായി മാറി സതോ പ്രധാന ലോകത്തിന്റെ അധികാരിയായി മാറണം. എത്ര സാധിക്കുമോ അത്രയും ഓർമ്മയിലിരിക്കണം. പക്ഷെ ഭാഗ്യത്തിലില്ലെങ്കിൽ പിന്നെ ബാബയ്ക്ക് പകരം വേറെ ആരെയെങ്കിലും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. മനസ്സ് വെക്കുന്നതിലൂടെ പിന്നെ വളരെയധികം കരയേണ്ടതായും വരും. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തോട് മനസ്സ് വെക്കരുത്. ഇത് നശിക്കാനുള്ളതാണ്. ഇത് മറ്റാർക്കും അറിയില്ല. അവർ കരുതുന്നത് കലിയുഗം ഇനിയും മുന്നോട്ടു പോകാനുണ്ട് എന്നാണ്. ഗാഠനിദ്രയിലാണ്. നിങ്ങളുടെ ഈ പ്രദർശിനി പ്രജകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി തീവ്രഗതിയുള്ള സേവനത്തിനുള്ള മാർഗമാണ്. ചിലർ രാജാവും റാണിയായും മാറും. സേവനത്തിൽ വളരെയധികം താൽപര്യമുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ചിലർ ധനികരാണ്, ചിലർ പാവപ്പെട്ടവരാണ്. മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നു. അതിന്റെ ഫലവും ലഭിക്കുമല്ലോ. അന്ധരുടെ ഊന്നുവടിയാകണം. കേവലം ഇത്രയേ പറയേണ്ടതുള്ളൂ. അതായത് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. വിനാശം മുന്നിലുണ്ട്. എപ്പോൾ വിനാശത്തിന്റെ സമയം അടുത്തു കാണുന്നുവോ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കും. നിങ്ങളുടെ സേവനവും വൃദ്ധി നേടും. ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കും. വിനാശം സംഭവിക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ പ്രദർശിനി, മേള എന്നീ സേവനങ്ങൾ വൃദ്ധി നേടിക്കൊണ്ടിരിക്കും. പരിശ്രമിക്കണം. ഏതെങ്കിലും നല്ല ഹാൾ ലഭിച്ചാൽ വാടക നൽകാനും നമ്മൾ തയ്യാറാണ്. പറയൂ, നിങ്ങളുടെ പേര് ഇതിലും പ്രശസ്തമാകും. ഇങ്ങനെ വളരെയധികം പേരുടെ പക്കൽ ഹാളുണ്ട്. പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ 3 അടി മണ്ണ് ലഭിക്കും. അതുവരെ നിങ്ങൾ ചെറിയ ചെറിയ പ്രദർശനികൾ വയ്ക്കൂ. ശിവജയന്തിയും നിങ്ങൾ ആഘോഷിക്കുകയാണെങ്കിൽ ശബ്ദം ഉയരും. നിങ്ങൾ എഴുതുന്നുമുണ്ട്, ശിവജയന്തി ദിവസം അവധി അനുവദിക്കണമെന്ന്. വാസ്തവത്തിൽ ഒരാളുടെ ജന്മദിനമാണ് ആഘോഷിക്കേണ്ടത്. അവർ തന്നെയാണ് പതിതപാവനൻ. സ്റ്റാമ്പും വാസ്തവത്തിൽ സത്യമായ ഈ ത്രിമൂർത്തികളുടേതാണ്. സത്യമേവ ജയതേ. ഇതാണ് വിജയം നേടാനുള്ള സമയം. മനസ്സിലാക്കി കൊടുക്കുന്നവരും വളരെ നല്ലതായിരിക്കണം.
എല്ലാ സെന്ററിലുമുള്ള മുഖ്യമായവർ ശ്രദ്ധിക്കണം. തന്റെ മുദ്ര കുത്താൻ സാധിക്കും. ഇതാണ് ത്രിമൂർത്തി ശിവജയന്തി. കേവലം ശിവജയന്തി എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ജോലി കുട്ടികൾ തന്നെ ചെയ്യണം. മനുഷ്യരുടെ മംഗളമുണ്ടായാൽ എത്ര ലിഫ്റ്റ് ലഭിക്കും? സേവനത്തിന്റെ ലിഫ്റ്റ് വളരെയധികം ലഭിക്കുന്നുണ്ട്. പ്രദർശിനികളുടെ ഒരുപാട് സേവനം നടക്കും. പ്രജകൾ ഉണ്ടാകുമല്ലോ. ബാബ നോക്കുന്നുണ്ട് സേവനത്തിൽ ഏത് കുട്ടികൾക്കാണ് ശ്രദ്ധയുള്ളത് എന്ന്. അവർ തന്നെയാണ് ഹൃദയത്തിലും കയറുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അഥവാ ഒരു തവണ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അപ്പോൾ തന്നെ തന്റെ ചെവി പിടിക്കണം. രണ്ടാമത് ആ തെറ്റ് സംഭവിക്കരുത്. ഒരിക്കലും ദേഹാഹങ്കാരത്തിലേക്ക് വരരുത്. ജ്ഞാനത്തിൽ സമർത്ഥരായി അന്തർമുഖിയായി ഇരിക്കണം. 2. സത്യമായ പിതാവ്രതെ ആകണം. ജീവിച്ചിരിക്കെ ബലിയർപ്പണമാകണം. ആരിലും ഹൃദയത്തിന്റെ പ്രീതി വെക്കരുത്. അവിവേകമായി ഒരു കാര്യവും ചെയ്യരുത്. വരദാനം: വിയോഗത്തെ സദാകാലത്തേക്ക് വിട പറയുന്ന സ്നേഹി സ്വരൂപമായി ഭവിക്കട്ടെ. എന്താണോ സ്നേഹിക്ക് പ്രിയപ്പെട്ടത് അതാണ് സ്നേഹം നൽകുന്നവർക്കും പ്രിയപ്പെട്ടത്. ഇതാണ് സ്നേഹത്തിന്റെ സ്വരൂപം. നടക്കുക, കഴിക്കുക, കുടിക്കുക, ധരിക്കുക എല്ലാം സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കണം. അതിനാൽ ഏതൊന്ന് സങ്കൽപ്പിക്കുകയാണെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിലും ആദ്യം ചിന്തിക്കൂ, ഇത് സ്നേഹിയായ പിതാവിന് ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട കാര്യമാണോ? ഇങ്ങനെ സത്യമായ സ്നേഹിയായി തീരൂ. എന്നാൽ നിരന്തര യോഗി സഹജയോഗിയാകും. അഥവാ സ്നേഹി സ്വരൂപം സമാന സ്വരൂപത്തിലേക്ക് പരിവർത്തനപ്പെടുകയാണെങ്കിൽ അമർ ഭവ എന്ന വരദാനം ലഭിക്കുന്നു. വിയോഗത്തെ സദാകാലത്തേക്ക് വിട പറയാൻ സാധിക്കുന്നു. സ്ലോഗൻ: സ്വഭാവത്തിൽ സരളതയും പുരുഷാർത്ഥത്തിൽ ശ്രദ്ധയുള്ളവരുമായി മാറൂ. തന്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിന്റെ സേവനം ചെയ്യൂ. എങ്ങനെയാണോ ബീജത്തിൽ മുഴുവൻ വൃക്ഷവും അടങ്ങിയിരിക്കുന്നത്, അതുപോലെ സങ്കല്പമാകുന്ന ബീജത്തിൽ മുഴുവൻ വൃക്ഷത്തിന്റെ വിസ്താരവും അടങ്ങിയിരിക്കണം. അപ്പോൾ മാത്രമേ സങ്കല്പത്തിന്റെ ചഞ്ചലത സമാപ്തമാകൂ. ഇന്നത്തെ ലോകത്ത് രാജനീതിയുടെ ചഞ്ചലത, വസ്തുക്കളുടെ മൂല്യത്തിന്റെ ചഞ്ചലത, പൈസയുടെ ചഞ്ചലത, കർമ്മഭോഗത്തിന്റെ, ധർമ്മത്തിന്റെ എല്ലാം ചഞ്ചലത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചഞ്ചലതയിൽ നിന്നും സ്വയത്തെ അഥവാ സർവരെയും രക്ഷിക്കുന്നതിനായി മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുന്നതിന്റെ അഭ്യാസം ചെയ്തുകൊണ്ട് സകാശ് നൽകുന്നതിന്റെ സേവനം ചെയ്യൂ. ഓം ശാന്തി.